ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഒന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ സാഹചര്യം, അതിനിടയിൽ നടക്കുന്ന കൂടിക്കാഴ്ച എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, അമേരിക്ക ഇന്ത്യ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയാണ് ഇത് എന്ന പ്രാധാന്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ട് ഈ കൂടിക്കാഴ്ച എന്താണ്, എന്തൊക്കെയാണ് അവിടെ ചർച്ചയാകുന്നത്, അതിൻ്റെ അവസാനമുണ്ടാകുന്ന റിസൾട്ട് എന്താണ് എന്നത് ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ നടക്കാൻ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിൽ നടക്കാൻ പോകുന്നത്. ഷഹബാസ് ഷെരീഫിന് പുറമെ അവരുടെ സൈനിക മേധാവി അസിം മുനീറും ഒപ്പം തന്നെ മറ്റ് ഇഷാഖ് ധർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും ഈ സംഘത്തിനൊപ്പം ഉണ്ട് എന്നതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വിശദമായ ചർച്ച തന്നെ പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രാധാന്യം മറ്റൊരു തരത്തിൽ നോക്കിയാൽ 2019 ഏറ്റവും അവസാനമായി ഒരു അമേരിക്കൻ പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനുമായിട്ടാണ് 2019 ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനുശേഷം മറ്റൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. അതിനുശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ച എന്ന നിലയിൽ വലിയ പ്രാധാന്യം ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. അതിനുശേഷം ഒരു ടെലഫോണിക് സംഭാഷണം പോലും നടന്നിട്ടില്ല എന്നൊരു പ്രാധാന്യം കൂടി ഉണ്ട്. അപ്പോൾ ഇസ്ലാമാബാദിനെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഉള്ള ഒരു വിഷയമാവുകയാണ്. US-ഉമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തുക, അതൊക്കെയാണ് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നത്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. എന്താണ് ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയങ്ങൾ എന്ന് നോക്കിയാൽ, ഭീകരത ഒരു പ്രധാന വിഷയമാണ്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ സഹകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നീട് സ്വാഭാവികമായും വ്യാപാരം, താരിഫ് പ്രശ്നങ്ങൾ, ധാതുക്കളുടെ ഉത്പാദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വൈറ്റ് ഹൗസിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒപ്പം തന്നെ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകും എന്നത് സ്വാഭാവികമായും കരുതപ്പെടുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നമുക്കറിയാം UN-ലെ വാർഷിക യോഗം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. UN-ലെ വാർഷിക യോഗത്തിനിടയിൽ ഏതാണ്ട് 1 മിനിറ്റിൽ താഴെയുള്ള ഒരു കൂടിക്കാഴ്ച ട്രംപും ഷഹബാസ് ഷെരീഫും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കൂടി ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ കൂടിക്കാഴ്ച ഇന്ത്യയെ ബാധിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുമായുള്ള ബന്ധം താറുമാറായി തുടരുന്നതിനിടെ നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യം, ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യം. അപ്പോൾ രണ്ടു തരത്തിലും ബന്ധം അത്ര സുഖകരമായ നിലയിലല്ലാത്ത സമയത്ത് നമുക്ക് എതിരെ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂണിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന് ട്രംപ് വിരുന്നൊരുക്കിയിരുന്നു. അത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. ആദ്യമായാണ് ഒരു സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും വിരുന്നൊരുക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി അവിടേക്ക് എത്തുന്നത്. ജൂലൈയിൽ അസിം മുനീറിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജൂണിലാണ് അസിം മുനീറുമായുള്ള കൂടിക്കാഴ്ച. അതിന് പിന്നാലെ തൊട്ടടുത്ത മാസം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെക്കുന്നത് നമ്മൾ കണ്ടു. വെറും 19% താരിഫ്. ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തുമ്പോഴാണ് പാകിസ്ഥാന് 19% എന്നത് ഓർക്കണം. അങ്ങനെ 19% താരിഫിൽ കരാർ ഒപ്പുവെച്ചു. ഇന്ത്യയുമായുള്ള കരാർ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അത് ആകെ താറുമാറായ നിലയിലാണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളിലൂടെയാണ് ഇപ്പോൾ വ്യാപാര കരാറിൽ
അല്പമെങ്കിലും പുതുജീവൻ വെച്ചിരിക്കുന്നത്, അതിന്റെ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ നവംബർ ആകുമ്പോഴേക്ക് കരാർ യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ താരിഫിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് H1B വിസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ H1B വിസ നയങ്ങളിലെ മാറ്റം, ഫീസ് ഉയർത്തിയതും പിന്നീട് കൊണ്ടുവന്ന നയം മാറ്റങ്ങളും എല്ലാം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. ഇന്ത്യയുടെ IT വിദഗ്ധരെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു. അതിന്റെ സാഹചര്യങ്ങൾ ഇന്ത്യ പഠിക്കുകയാണ്. ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ആവർത്തിച്ച് ട്രംപിന്റെ അവകാശവാദം ഉണ്ടാകുന്നതാണ്. ഇന്ത്യ ആവർത്തിച്ച് അതിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കിയതിന് ശേഷവും ട്രംപ് ഈ പരാമർശം തുടരുകയും ഈ അവകാശവാദം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഇതിനൊക്കെ പുറമെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ട്രംപിന് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചകൾക്ക് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അസിം മുനീറിന്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും അത്തരം ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. വ്യാപാര കരാറിൽ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മൈനുകൾ, മിനറലുകൾ, IT, ക്രിപ്റ്റോ കറൻസി, പാകിസ്ഥാനിലെ ഓയിൽ റിസർവ് വികസിപ്പിക്കുക തുടങ്ങിയ ഉൾപ്പെടുന്നു. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വ്യാപാര പങ്കാളി സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ട്രംപിന്റെ മക്കളുടെയും പങ്കാളിത്തത്തിലുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കൗൺസിലുമായി കരാറിലെത്തിയിരുന്നു നേരത്തെ. അപ്പോൾ പാകിസ്ഥാനിലെ ട്രംപിന്റെ ഇടപെടലുകൾക്ക് പിന്നിൽ ആ ബിസിനസ് താൽപര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ട്രംപിന്റെ ആസ്തി അത് 10 മടക്കാക്കി ഉയർത്തുന്നത് ഈ ക്രിപ്റ്റോയിൽ നിന്നുള്ള വരുമാനമാണ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ബിസിനസ് താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് പാകിസ്ഥാൻ ഏറെ പ്രധാനപ്പെട്ട ഒരു ഇടമായി ട്രംപ് കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങൾ കൂടി പാകിസ്ഥാനുമായുള്ള ചർച്ചകളിൽ ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക കൂടി ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നടക്കുന്ന ചർച്ച എന്ന നിലയിൽ വലിയ പ്രാധാന്യം ട്രംപും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വരികയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കറും പീയൂഷ് ഗോയലും കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവർ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നവംബറിൽ ആ കരാർ യാഥാർത്ഥ്യമാകും എന്ന് കരുതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ മോദിയും ട്രംപും തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടക്കും എന്ന രീതിയിൽ വൈറ്റ് ഹൗസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാകിസ്ഥാനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പ്രസക്തമാണ്. നമുക്കറിയാം, ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം, അതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള അമേരിക്കയോടുള്ള സമീപനത്തിൽ വന്നിട്ടുള്ള മാറ്റം, സൗദി അതിന് പിന്നാലെ പാകിസ്ഥാനുമായി ഏർപ്പെട്ടിട്ടുള്ള വിപുലമായ ഒരു പ്രതിരോധ കരാറുണ്ട്. ആ കരാറിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ട് ഇടപെടൽ നടത്തും എന്ന കാര്യം വളരെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ സൗദിയുമായി ഒരു പ്രതിരോധ കരാറിൽ ഏർപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാവി എന്താകും എന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം ഇത് നടക്കുന്ന ചർച്ചയ്ക്കുണ്ട്. അതിനുശേഷം ഉരുത്തിരിയുന്ന തീരുമാനങ്ങളിലുണ്ട്. അപ്പോൾ ഇന്ത്യ അത് സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഇരു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം മോശമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തമ്മിലുണ്ടാകുന്ന ഏതൊരു കരാറും ഉടമ്പടിയും ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്, നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കൻ നീക്കം എന്താണ്, ഒപ്പം തന്നെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ആ കൂടിക്കാഴ്ച കഴിയുകയും അതിൻ്റെ ഒരു ആകെ തുക എന്താണ് എന്നത് നമുക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും കാത്തിരിക്കാം. ട്രംപ്
ഇന്ത്യയെ സംബന്ധിച്ച് സുഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നുമല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അടിയേറ്റുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും വ്യാപാര കരാറിലേക്ക് നീങ്ങുന്നതിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. ചില അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഇളവുകൾ നേടിയെടുക്കുന്നതിൽ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ സമ്മർദ്ദം തുടരുന്നതിനിടയിൽ തന്നെയാണ് പാക് പ്രധാനമന്ത്രിയെ വിളിച്ച് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ട്രംപ് ഇനി ഉയർത്താൻ പോകുന്ന വെല്ലുവിളി എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും സ്വാശ്രയത്വം കൊണ്ട് മാത്രമേ ഇത്തരം ഭീഷണികളെ നേരിടാൻ പറ്റുള്ളൂ എന്ന ഒരു ബോധ്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ എന്തായാലും ട്രംപിന്റെ നടപടികൾക്ക് കഴിയുന്നുണ്ട്. ആ ഒരു നീക്കം രാഷ്ട്രം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രംപ് ഇനി സമ്മാനിക്കാൻ പോകുന്നതെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.